ജീവിതത്തിൽ പലപ്പോഴും ഒരുപാട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നതാണ്. പല സാഹചര്യങ്ങളിലും വാചാലതയേക്കാൾ ശക്തി നിശബ്ദതയ്ക്കാണ്. അതുകൊണ്ട് ആവശ്യമായ ഘട്ടങ്ങളിൽ ജീവിതത്തിൽ മിണ്ടാതിരിക്കാനും നിശബ്ദത പാലിക്കാനും നാം പഠിക്കുക. ബി സൈലന്റ് ഇൻ ടു സിറ്റുവേഷൻസ്. When you feel one cannot understand your feelings from your words. 2. When one can understand you without any words. ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ വാക്കുകളാണിത്. ജീവിതത്തിൽ രണ്ടു സാഹചര്യങ്ങൾ നീ പൂർണ്ണമായും നിശബ്ദത പാലിക്കുക. ഒന്ന്, നീ എത്ര സംസാരിച്ചിട്ടും എത്ര പറഞ്ഞിട്ടും എത്ര വിശദീകരിച്ചിട്ടും നിന്റെ വാക്കുകളിൽ നിന്ന് നിന്റെ വികാരമോ നിന്റെ ഫീലിങ്സോ നിന്റെ കാര്യങ്ങളോ ആർക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അവിടെ പിന്നീട് നീ സംസാരിക്കാൻ പാടില്ല. അതുപോലെ നീ ഒന്നും പറയാതെ തന്നെ നിന്റെ എല്ലാ വികാരങ്ങളെയും എല്ലാ സങ്കടങ്ങളെയും എല്ലാ സാഹചര്യങ്ങളെയും ഒരാൾ മനസ്സിലാക്കുന്നുവെങ്കിൽ അവിടെയും പിന്നെ നീ ഒന്നും സംസാരിക്കേണ്ടതില്ല. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നമ്മളെ ന്യായീകരിക്കുകയും നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ അത് കൂടുതൽ വഷളാക്കുകയും നമ്മൾ ചെറുതാകുകയുമാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒന്നും പ്രൂവ് ചെയ്യാൻ നിൽക്കാതെ ആ സമയങ്ങളിലൊക്കെ നിശബ്ദത പാലിച്ചാൽ നമ്മുടെ വാല്യൂ ഉയരും. അതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകും. അവിടെയൊക്കെ നാം നിശബ്ദത പാലിക്കാൻ പഠിക്കുക എന്നതാണ് ജീവിതത്തിൽ നല്ല ഒരു മനസ്സമാധാനത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴോ സങ്കടപ്പെട്ടിരിക്കുമ്പോഴോ ഒരിക്കലും നമ്മൾ ഒരു തർക്കത്തിൽ ഏർപ്പെടരുത്. നാം ആണ് ശരി, നമ്മുടെ ശരിയുടെ വശം നാം വിശദീകരിക്കാൻ നിൽക്കരുത്. കാരണം ആ സമയങ്ങളിൽ നാം സംസാരിക്കാൻ തുടങ്ങിയാൽ അനിയന്ത്രിതമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുകയും അത് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും വാളിനേക്കാൾ മൂർച്ചയുള്ള രീതിയിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത, പിന്നീട് നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ട, ഖേദിക്കേണ്ടി വരുന്ന തരത്തിലുള്ള വാക്കുകൾ നാം അറിയാതെ ഉപയോഗിച്ചു പോകും. അതുകൊണ്ടൊരിക്കലും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴോ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴോ നാം ഒരിക്കലും സംസാരിക്കാതിരിക്കുക. അവിടെ കുറഞ്ഞ സമയം സൈലന്റ് ആയിക്കൊണ്ട് ഒന്ന് കാമായി എല്ലാം ഒന്ന് സമാധാനമായതിന് ശേഷം മാത്രം നാം സംസാരിച്ചു തുടങ്ങുക. അതുപോലെ വലിയ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നാം ഇടപെട്ട് സംസാരിക്കാൻ പാടില്ല. ആ സമയങ്ങളിൽ നമ്മൾ നിശബ്ദമാകുന്നതാണ് അതിന് വ്രണപ്പെടാതിരിക്കാനും അത് വലുതാകാതിരിക്കാനും അതിനൊരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനും ഒക്കെ സഹായിക്കുന്നത്. അതുകൊണ്ട് വലിയ തർക്കങ്ങളുടെ സമയങ്ങളിൽ നാം ഒരിക്കലും സംസാരിക്കാതിരിക്കുക. അവിടെ മൗനം പാലിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ നാം മൗനം പാലിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഒരാൾ ദുഃഖിച്ചിരിക്കുമ്പോൾ, ഒരാൾ സങ്കടത്തിൽ പൊട്ടിക്കരയുമ്പോൾ, അല്ല എങ്കിൽ ദുഃഖഭാരത്താൽ ഇരിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ സൈലന്റ് ആയിരിക്കുക, നിശബ്ദമായിരിക്കുക. ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ സകല ദുഃഖങ്ങളും സങ്കടങ്ങളും പറഞ്ഞു തീർക്കാനും തടസ്സമില്ലാതെ അത് പ്രകടിപ്പിക്കാനും ആ വികാരങ്ങളെയെല്ലാം പുറത്തെടുക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ആ വ്യക്തിയെ തടസ്സമില്ലാതെ അനുവദിക്കുക. അവിടെ നമ്മൾ സൈലന്റായി മൗനമായി നാം അദ്ദേഹത്തിന് ഒരു ആശ്വാസമായി അദ്ദേഹത്തെ നല്ല രീതിയിൽ കേൾക്കുന്ന ഒരു വ്യക്തിയായി മാറുക. പിന്നെ പ്രധാനമായും നാം സൈലന്റ് ആകേണ്ടത് നമ്മളൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ, ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നാം പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ നിശബ്ദമായി മറ്റുള്ളവരെന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് മനസ്സിലാക്കുകയും അവരുടെ വികാരത്തെ, അവരുടെ സംസാരത്തെ, അവരുടെ ചിന്തകളെ, കാഴ്ചപ്പാടിനെ ഒക്കെ ബഹുമാനിക്കാനും ആദരിക്കാനും നാം ശ്രമിക്കുകയും അങ്ങനെ ആ മൗനത്തിന് ശേഷം നാം സംസാരിച്ച് തുടങ്ങുകയുമാണ് വേണ്ടത്. അവിടെയും സൈലൻസ് ആണ് നമുക്ക് ഗുണകരമായത്. അതുപോലെ നമ്മൾ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനി എന്തു പറയണം, എന്താണ് ഈ സാഹചര്യത്തിൽ ഞാൻ പറയേണ്ടത് എന്ന് തോന്നുന്ന സമയങ്ങളിൽ നാം നിശബ്ദരാകുക. അവിടെ പറയേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ചിന്തകളിലുള്ള വിവരങ്ങളെ ശേഖരിച്ച് അതിനെ ക്രോഡീകരിച്ചതിന് ശേഷം മാത്രം നാം സംസാരിക്കുക. അല്ലാത്ത സംസാരങ്ങളൊക്കെ നാം ഒരു വിഡ്ഢിയായും
നാം ഒന്നും അറിയാത്ത ഒരാളായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയാത്ത സമയങ്ങളിൽ, എന്താണ് പറയേണ്ടത് എന്ന് ആലോചിക്കുന്ന സമയങ്ങളിലൊക്കെ നാം നിശബ്ദത പാലിച്ചുകൊണ്ട് പരമാവധി നമ്മുടെ ചിന്തകളിലുള്ളതിനെ എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ വിഷയം പറയേണ്ടത് എന്ന് ചിന്തിച്ചാലോചിച്ചതിന് ശേഷം മാത്രം നാം സംസാരിച്ചു തുടങ്ങുക. അതുപോലെ നാം സംസാരിച്ച് വലിയ തർക്കങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും പോകുന്ന സമയങ്ങളിൽ പരമാവധി നാം നിശബ്ദത പാലിക്കുക. അത് ആ പ്രശ്നത്തെ പരിഹരിക്കാനും അതിനെ ഈസിയായി സോൾവ് ചെയ്യാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളും നമ്മൾ തമ്മിലുള്ള കോണ്ടാക്റ്റും റിലേഷൻഷിപ്പും ശക്തമായി നിലനിൽക്കാനും സാഹചര്യം ഉണ്ടാകും. പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വാദം ജയിക്കുന്നതിന് വേണ്ടി നാം മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് കടന്നാക്രമിക്കുകയും അതിലൂടെ മറ്റുള്ളവർക്ക് പറ്റുന്ന മുറിപ്പാടുകൾ ഉണങ്ങാതിരിക്കുകയും ചെയ്യുന്നതോടെ നമ്മുടെ ഇടയിലുള്ള ബന്ധങ്ങൾക്ക് വലിയ രീതിയിൽ കോട്ടം തട്ടുകയും ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അത് സംഘർഷാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് വലിയ തർക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെയുള്ള സമയങ്ങളിൽ നാം പരമാവധി നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു സമയം വരെ നാം നിശബ്ദത പാലിക്കുന്നതാണ് നമുക്ക് നല്ലത്. അതുപോലെ തന്നെയാണ് നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ കടന്നു വന്ന് ഒരാളെ വിളിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അവിടെയും നാം നിശബ്ദരാക്കുക. അവർ പറയുന്നത് അവരുടേത് മാത്രമായ ഒരു സ്വകാര്യമായിരിക്കും. ആ സ്വകാര്യത്തെ, രഹസ്യത്തെ ഒരിക്കലും നാം ഇടപെടുകയോ അവിടെ സംസാരിക്കുകയോ ചെയ്യരുത്. അവിടെ നമ്മൾ നിശബ്ദരാകുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റൊന്ന്, നാം സൈലൻസ് കീപ്പ് ചെയ്യേണ്ടത് പവിത്രമായിട്ടുള്ള ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ, ഇപ്പൊ ചില മസ്ജിദുകളിൽ, അമ്പലങ്ങളിൽ, ചില പ്രധാനപ്പെട്ട ശാന്തമായ ചില ആരാധനാ കേന്ദ്രങ്ങൾ, ഇവിടെയൊക്കെ നാം ചെല്ലുമ്പോൾ പരമാവധി നാം സംസാരിക്കാനേ പാടില്ലാത്ത സ്ഥലങ്ങളാണത്. അവിടെയൊക്കെ നാം സൈലൻസ് നാം കീപ്പ് ചെയ്യുകയും നിശബ്ദമായി കൊണ്ട് മിണ്ടാതിരിക്കുക എന്നതാണ്. അവിടുത്തെ ആ അന്തരീക്ഷത്തെ, ശാന്തമായ അന്തരീക്ഷത്തെ കളങ്കമാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും നമ്മുടെ ഭാഗത്തു നിന്നില്ലാതെ അത്തരം ആദരണീയമായ സ്ഥലങ്ങളെ ആദരിക്കുകയും ആ ബഹുമാനാർത്ഥം നാം നിശബ്ദത പാലിക്കുകയും വേണം. അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടേതല്ലാത്ത ഒരു കൾച്ചറുള്ള, ഒരു സംസ്കാരമുള്ള, അല്ല എങ്കിൽ ആചാരങ്ങളുള്ള സ്ഥലത്തെത്തുമ്പോൾ അവിടെയും നാം നിശബ്ദത പാലിക്കണം. ഇതൊക്കെ നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ നാം കൃത്യമായി സൈലൻസ് അനുഷ്ഠിച്ചുകൊണ്ട്, നിശബ്ദമായി കൊണ്ട്, ഒരക്ഷരം മിണ്ടാതെ മൗനം അവലംബിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സമാധാനം ലഭിക്കാനും, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളെ ദൃഢമാക്കാനും, ജീവിതത്തിൽ ഒരു വിജയം കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ആവശ്യമായ മുഴുവൻ ഘട്ടങ്ങളിലും മൗനം അവലംബിക്കുവാനും നിശബ്ദത പാലിക്കുവാനും സൈലൻസിനെ ഒരു ശക്തമായ ആയുധമാക്കി കൊണ്ടു നടക്കാനും നാം പരിശീലിക്കുക, പഠനം നടത്തുക, അത് നമ്മുടെ ജീവിതത്തിലൂടെ ഭാഗമാക്കുക. അതിലൂടെ സമാധാനപൂർവമായ വിജയകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ കഴിയും. അതിനൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.